ഹലോ ഓൾ, വെൽക്കം ടു സഹകാരി റൈസ് പ്ലസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നതാണ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. അപ്പം ഓൾറെഡി നമ്മൾ ഇൻഫെക്ഷൻ എന്താണെന്ന് നോക്കിയല്ലേ. അപ്പം അതേപോലെ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന്, അല്ലെങ്കിൽ അതിൻ്റെ സോഴ്സസ് ആൻഡ് ടൈപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയാണ് ഈ ഇൻഫെക്ഷൻ, അതായത് ഇപ്പോൾ ചില ഓർഗാനിസം നിന്നായിരിക്കും നമുക്ക് ഇൻഫെക്ഷൻ കിട്ടുന്നത് അല്ലേ. സോ അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓർഗാനിസത്തിൽ നിന്ന് നമ്മളിലേക്ക് അതെങ്ങനെയാണ് എത്തുന്നതെന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കവർ ചെയ്യുന്നത്. സോ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. സോ ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സാമ്പിൾസ് ആണ്. ഇപ്പം നമ്മൾ ഓരോ ടൈപ്പ് എങ്ങനത്തെ ട്രാൻസ്മിഷൻ ആണ് വരുന്നതെന്ന്, ഇപ്പം ഡയറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് എക്സാമ്പിൾ ചോദിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് കംസ് അണ്ടർ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. സോ എക്സാമ്പിൾസ് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷനിൽ നിങ്ങൾ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിൽ വരുന്ന മെത്തേഡ്സോ ഒരു മെയിൻ ഹെഡിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന സബായിട്ട് വരുന്ന മെത്തേഡ്സില്ലേ, അപ്പം അത് ഏതൊക്കെയാണെന്നുള്ളതും നന്നായിട്ട് നോക്കുക. അതാണ് ഈ ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. എന്താണ് മെത്തേഡ്സ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ? സോ അതിനെ ഇൻഫെക്ഷൻ്റെ ആ ട്രാൻസ്മിഷനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ജനറലായിട്ട് മെയിനായിട്ട് രണ്ട് ക്ലാസിഫിക്കേഷനാണ് കൊടുക്കുക. ഒന്ന് എന്താണ്, ഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷനും ഒന്ന് ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ട്രാൻസ്മിഷനും. ഓക്കെ, ഡയറക്റ്റ് ഒരു പേഴ്സണിൽ നിന്ന് മറ്റൊരു പേഴ്സണിലേക്ക് വരുന്നതിനെയാണ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നമുക്ക് കിട്ടുന്നതിനെയാണ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഇൻഡയറക്റ്റ് രീതിയിൽ, ഒന്ന് ആ പാത്തജൻ വെക്ടറിൽ വരുന്നു, വെക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. സോ അങ്ങനെ വരുന്നത് എന്താണ്, ഇൻഡയറക്റ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, സോ ഡയറക്റ്റ് എന്താണെന്ന് ആദ്യം നോക്കാം. സോ ഡയറക്റ്റ് ഈസ് ദ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ദ infectious agent from an infected person or reservoir to an appropriate entry point through which human infection can take place. അതായത് ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിൽ നിന്ന് ഡയറക്റ്റ് അവരിൽ ഉടനെ തന്നെ, നമ്മൾ അവരുമായിട്ട് കോണ്ടാക്റ്റിൽ വരുന്ന ഉടനെ തന്നെ നമ്മളിലേക്ക് ആ ഇൻഫെക്ഷൻ വരികയാണ്, അല്ലെങ്കിൽ ആ ഇൻഫെക്ഷ്യസ് ഓർഗാനിസം നമ്മളുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ അതെന്താണ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ റിസർവോയർ, ആ ഓർഗാനിസം കാണുന്ന ആ റിസർവോയർ, ആ ഒരു സോഴ്സിൽ നിന്ന് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ അല്ലെങ്കിൽ ഡയറക്റ്റ് രീതിയിൽ നമ്മളുടെ ബോഡിയിലേക്ക് വരുന്നതിനെ നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയാം. ഓക്കെ, അതിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ടച്ചിങ്, ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണെ നമ്മൾ, അതായത് അങ്ങനത്തെ രീതിയിൽ ടച്ചിങ്ങിലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്ന കണ്ടീഷൻസ് വഴി, അപ്പം ടച്ചിങ്ങിലൂടെ വരാം, അല്ലെങ്കിൽ കിസ്സിങ്ങിലൂടെ, സലൈവയിലൂടെ ഒക്കെ നമ്മളുടെ ബോഡിയിലേക്ക് വരാം, അല്ലെങ്കിൽ സെക്ഷുവൽ ഇൻറ്റർകോഴ്സ് സമയത്ത്, അതായത് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ ഇല്ലേ, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ്, അതൊക്കെ എന്താണ് സെക്ഷൽ ഇൻറ്റർകോഴ്സിൻ്റെ സമയത്ത് ഒരാളിൽ നിന്ന്, പാർട്ട്ണറിൽ നിന്ന് അടുത്ത പാർട്ട്ണറിലേക്ക് കിട്ടും. അല്ലെങ്കിൽ ബൈ ദ ഡയറക്റ്റ് സ്പ്രെഡ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് ബൈ സ്നീസിങ് ഓർ കഫിങ്, അടുത്ത് നിന്നിട്ട് നമ്മൾ ചുമയ്ക്കുകയോ തുമ്മുകയോ ഒക്കെ ചെയ്യുമ്പം അതിനകത്തുള്ള ഡ്രോപ്ലെറ്റ്സ് ഇല്ലേ, അത് നമ്മുടെ ബോഡിയിലേക്ക് വന്നിട്ട് നമുക്കങ്ങനെ ഇൻഫെക്ഷൻ ആവാം. സോ ഇതെല്ലാം ഡയറക്റ്റ് കോണ്ടാക്ട് അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരുന്നതാണ്. ഓക്കെ, കുറച്ച് എക്സാമ്പിൾസ് ആണത്. ഏതൊക്കെയാണ്? ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ, എങ്ങനെ, ടച്ചിങ്, കിസ്സിങ്, സെക്ഷുവൽ ഇൻറ്റർകോഴ്സസ് ഓർ ഡയറക്റ്റ് സ്പ്രെഡ് ഓഫ് ഡ്രോപ്ലെറ്റ്സ് ബൈ സ്നീസിങ് ഓർ കഫിങ്. ഓക്കെ, ഇനി ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് ഒക്കെ ചെയ്യില്ലേ, അപ്പോൾ അങ്ങനെ വരുന്നതും നമുക്ക് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയാം. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ പ്ലാസെന്റൽ ഇൻഫെക്ഷൻ, ഇതൊക്കെ എന്താണ് ഫ്രം മദർ ടു ഫീറ്റസ്, ഇതെല്ലാം ഡയറക്റ്റ് ട്രാൻസ്മിഷനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പം ഇങ്ങനത്തെ എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കി വെച്ചേക്കുക. സോ ടച്ചിങ്, അതായത് ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ വരുന്ന ടച്ചിങ്, കിസ്സിങ്, സെക്ഷൽ ഇൻറ്റർകോഴ്സസ്, ഡയറക്റ്റ് സ്പ്രെഡ് ഓഫ് ഡ്രോപ്ലെറ്റ്സ്, അല്ലെങ്കിൽ പിന്നെന്താണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, പ്ലാസെന്റൽ ഇൻഫെക്ഷൻ, ഇങ്ങനെയൊക്കെ വരുന്നതെല്ലാം എന്താണ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ്റെ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ അല്ലേ? അപ്പോൾ അതാണ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ. ഇനി ഇൻഡയറക്റ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവിടെ നമ്മൾ ഡയറക്റ്റ് അങ്ങ് ആ ഇൻഫെക്ഷ്യസ് ഓർഗാനിസം അല്ലെങ്കിൽ ഏജൻറ്റുമായിട്ട് നമുക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് വരികയല്ല. ഇവിടെ എങ്ങനെയാണ്, ഒരു വെക്റ്റർ മീഡിയേറ്റ് ചെയ്ത് അത് നമ്മളുടെ ബോഡിയിലേക്ക് എൻറ്റർ ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു വെഹിക്കിൾ ആവാം, അതായത് ലൈക്ക് ക്ലോത്ത്സ്, നമ്മളെ ക്ലോത്ത്സിലിരിക്കുന്ന ആ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് വരുന്നു. അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിനകത്ത് ആ ഓർഗാനിസം ഉണ്ടായിരിക്കും, ആ ഇൻഫെക്ഷ്യസ് ഓർഗാനിസം കാണും, അല്ലെങ്കിൽ ഏജൻറ്റ് കാണും. അത് നമ്മൾ കഴിക്കുന്നതിലൂടെ നമ്മളുടെ ബോഡിയിലേക്ക് വരാം. ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ കുക്കിംഗ് യൂട്ടൻസിൽസ്, അങ്ങനെ വരുന്നതിനാണ് നമ്മൾ വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ,
അതിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരികയാണ്. ഇപ്പോൾ ക്ലോത്ത്സ് ആവാം, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ കഴിക്കുന്ന ഫുഡ്, വാട്ടർ, ഇതെല്ലാം നമുക്ക് എന്താണ് വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. ഇനി വെക്ടർ ഓൾറെഡി നമ്മൾ പഠിച്ചാണല്ലേ. വെക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇൻസെക്ട്സ് അല്ലെങ്കിൽ എലമെന്റ്സ് വിച്ച് ക്യാരി ദാറ്റ് ഓർഗാനിസം. ഒരു ഇൻഫെഷ്യസ് ഏജന്റ് അല്ലെങ്കിൽ ഓർഗാനിസത്തിനെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? വെക്ടേഴ്സ് എന്ന് വിളിക്കാം. ലൈക്ക് ഇൻസെക്ട്സ് അല്ലെങ്കിൽ അനിമൽസ്. സോ അവരിൽ നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് വരാം. ഓക്കെ, സോ അതേപോലെ ഈ ഏജൻസ് എങ്ങനെയാണ്? മേ ഓർ മേ നോട്ട് മൾട്ടിപ്ലൈ ഇൻ ദ വെക്ടർ. ആ ഇൻഫെക്ഷ്യസ് ഏജൻസ് എന്താണ്? ഒന്നെങ്കിൽ ഈ ഇൻസെക്റ്റിനുള്ളിൽ ചെന്നിട്ട് അവർ എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്ത് അവരുടെ ഒരു ലൈഫ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അവരവിടെ ജസ്റ്റ് ഒന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നു എന്നുള്ള രീതിയിൽ മാത്രമായിട്ട് വരാം. സോ ദ ഏജന്റ് മേ ഓർ മേ നോട്ട് മൾട്ടിപ്ലൈ ഇൻ ദ വെക്ടർ. ഓക്കെ, അപ്പോൾ വെഹിക്കിൾ ബോൺ ആയിട്ടുള്ളതും വെക്ടർ ബോൺ ആയിട്ടുള്ളതും പിന്നെ എയർ ബോൺ ആയിട്ട് വരും. അതായത് ഇപ്പം നമ്മൾ നേരത്തെ ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ പറഞ്ഞത്, ഇപ്പം ഞാനും ഒരാളും കൂടെ നിൽക്കുകയാണ്, അയാൾ പെട്ടെന്ന് തുമ്മി എൻ്റെ മുഖത്തോട്ട് വീണാൽ അതെന്താണ്? ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരാം. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ആൾക്കാരൊക്കെ നിന്നിട്ട് ഇവിടെ തുമ്മിയും അല്ലാതെയും അതിനകത്തൊക്കെ എന്തെങ്കിലും ഏജൻസ് ഇങ്ങനെ എയറിൽ കിടക്കുകയാണെന്ന് വെച്ചോ, ഡ്രോപ്ലെറ്റ്സ് ആയിട്ട് കിടക്കുകയാണ്, അത് നമ്മളുടെ ബോഡിയിലേക്ക് വരികയാണെങ്കിൽ അതെന്താണ്? ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. കുറച്ചുകൂടെ ലോങ് ഡിസ്റ്റൻസ് വരുമ്പോൾ അത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആവുകയും കുറച്ച് ക്ലോസ് വെസിനിറ്റിയിൽ വരികയാണെങ്കിൽ അതെന്താവും? ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആവുകയും ചെയ്യും കേട്ടോ. അപ്പം എയർബോൺ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് മേ ബി വെഹിക്കിൾ ബോൺ ആവാം, അല്ലെങ്കിൽ വെക്ടർ ബോൺ ആവാം, അല്ലെങ്കിൽ എയർ ബോൺ ആവാം. വെഹിക്കിൾ ബോണിന് നമ്മൾ എക്സാമ്പിൾ ഏതൊക്കെയാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്സ്, ഫുഡ്, ബെഡിങ്സ്, അല്ലെങ്കിൽ കുക്കിംഗ് യൂട്ടൻസിൽസ്, വാട്ടർ, ഇതെല്ലാം എന്തായിട്ട് വരാം? വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ്റെ അണ്ടറിൽ പ്ലേസ് ചെയ്യാം. ഇനി വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ആകുമ്പോൾ എന്തായിരിക്കും? അവിടെ ക്യാരി ചെയ്ത് കൊണ്ടുവരുന്ന ഒരു ഓർഗാനിസം ആയിരിക്കും, ഒരു ബയോളജിക്കൽ ഓർഗാനിസം ആയിരിക്കും, ലൈക്ക് ഇൻസെക്ട് അല്ലെങ്കിൽ അനിമൽ. അതിനെയാണ് നമ്മൾ വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് എയർ ബോണും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് ഏതൊക്കെ മെത്തേഡ് വഴിയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നതെന്ന് നോക്കാം. ജനറലായിട്ട് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തു. എന്താണ്? ഡയറക്റ്റ് ഉള്ളതും ഇൻഡയറക്റ്റ് വരുന്നതും. ഇനി നമുക്ക് ഏതൊക്കെ മെത്തേഡ് വഴി ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ പോസിബിൾ ആയിട്ടുണ്ട് എന്നുള്ളത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഇതിലും നിങ്ങൾ ചിലതിന് നമ്മൾ എക്സാമ്പിൾ പറയുമല്ലോ, ആ എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കി വെച്ചേക്കൂ. എക്സാമ്പിൾസ് ആണ് ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഓർക്കുക. അപ്പം നിങ്ങൾ പഠിക്കുന്ന സമയത്തും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് ആ ഒരു ഏരിയയിൽ നിന്ന് എങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളതെന്നൊന്ന് നോക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ചോദിച്ചു കണ്ടിട്ടുള്ളതും ചോദിക്കാൻ ചാൻസ് ഉള്ളതും എന്താണ്? എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതാണ് പറഞ്ഞത്. അപ്പോൾ ഇത് പഠിക്കുന്ന സമയത്ത് അതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, എക്സാമ്പിൾസ്. അപ്പോൾ നിങ്ങൾ ആ ഫോക്കസ് അങ്ങോട്ടാണ് പോകേണ്ടത്. എന്താണ് അത്, അല്ലെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് എന്താണ് കവർ ചെയ്യേണ്ടതെന്നുള്ളത് ഫോക്കസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നമ്മളെ ടൈം ഒരുപാട് വേസ്റ്റ് ആവത്തുമില്ല, നമുക്ക് വേണ്ടത് പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് കോണ്ടാക്റ്റിലൂടെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്, ഇൻഡയറക്റ്റ് കോണ്ടാക്റ്റ് വരുന്നുണ്ട്. ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ നമുക്ക് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിനെയാണ് നമ്മൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ കിസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സെക്ഷൽ ഇൻ്റർകോഴ്സ് സമയത്തോ അല്ലെങ്കിൽ എങ്ങനെ ടൈപ്പ് ഓഫ് സ്കിൻ ടു സ്കിൻ കോണ്ടാക്റ്റിൻ്റെ സമയത്തോ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ന് വിളിക്കാം? ഡയറക്റ്റ് കോണ്ടാക്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, അതിന് എക്സാമ്പിളാണ് ഇപ്പോൾ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഇല്ലേ, സിഫിലിസ്, ഗൊണേറിയ ഒക്കെ എന്താണ്? ഈ കോണ്ടാക്റ്റിലൂടെ നമുക്ക് സ്പ്രെഡ് ആവുന്നതാണ്, അല്ലെങ്കിൽ കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിഷൻ നടക്കുന്നതാണ്. സോ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് എല്ലാം എന്താണ്? ഈ കോണ്ടാക്റ്റിൻ്റെ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇനി ഇങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് ട്രാൻസ്മിഷൻ നടക്കുന്ന ഇൻഫെക്ഷനെ നമ്മൾ കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയും. അങ്ങനെ അങ്ങ് സ്പ്രെഡ് ആവുകയാണ്, കോണ്ടാക്റ്റിലൂടെ പെട്ടെന്ന് അങ്ങ് സ്പ്രെഡ് ആവുകയാണ്. ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസസിനെയാണ് നമ്മൾ കണ്ടേജിയസ് ഡിസീസസ് എന്ന് പറയുന്നത്. സോ ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ഉള്ള ഡിസീസസ് അല്ലെങ്കിൽ അങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കുന്ന ഡിസീസസിനെ നമുക്ക് കണ്ടേജിയസ് ഡിസീസസ് എന്നും പറയാം. ഓക്കെ, സോ കോണ്ടാക്റ്റിലൂടെ ഉള്ള ട്രാൻസ്മിഷനാണ് ആദ്യം നോക്കുന്നത്. സോ ഡയറക്റ്റ് കോണ്ടാക്റ്റിൽ എന്തൊക്കെയാണ് വരിക? സ്കിൻ ടു സ്കിൻ വരുന്ന എല്ലാ ടൈപ്പ് ഓഫ് കോണ്ടാക്റ്റും അതിൽ നമുക്ക് പ്ലേസ് ചെയ്യാം, ലൈക്ക് കിസ്സിങ്, സെക്ഷൽ ഇൻ്റർകോഴ്സസ്, ഇതെല്ലാം അതിനകത്ത് നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എക്സാമ്പിൾ എന്ത് പറയാം? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ ഇല്ലേ, അതെല്ലാം നമുക്ക് ഇതിനകത്ത് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇനി
കോണ്ടാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് ഡിസീസസിനെ, കോണ്ടാക്റ്റിലൂടെ നമുക്ക് ഉണ്ടാവുന്ന ഇൻഫെക്ഷനെ നമുക്ക് കണ്ടീജിയസ് ഡിസീസസ് എന്നും പറയാം. എന്തെന്ന് പറയാം? കണ്ടീജിയസ് ഡിസീസസ് എന്നും പറയാം. ബിക്കോസ് അവിടെ എന്താണ്, അങ്ങ് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് നടക്കുകയാണ്. ഓക്കെ, സോ അതാണ് കോണ്ടാക്റ്റിൽ വരുന്നത്, ഡയറക്റ്റിൽ. ഇനി ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്താണെന്ന് നോക്കാം. അത് എന്തെങ്കിലും ഒരു ഏജന്റ് കാണും, അതിനകത്ത് എന്തെങ്കിലും ഒരു ഏജന്റ് കാണും. ലൈക്ക് നമ്മുടെ ക്ലോത്തിങ്, നമ്മൾ യൂസ് ചെയ്യുന്ന ക്ലോത്ത്, അത് ഇൻഅനിമേറ്റ് ആയിട്ടുള്ള, അത് ഓർക്കണം, എന്തെങ്കിലും ഒരു ഇൻഅനിമേറ്റ് ആയിട്ടുള്ളതാണ്. അതായത് അനിമേറ്റ് അല്ല, ലിവിങ് അല്ലാത്ത നോൺ ലിവിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഒബ്ജക്ട്സിലൂടെ നമുക്ക് സ്പ്രെഡ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുന്നത്. സോ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് മേ ബി ത്രൂ ആൻ ഏജൻസി ഓഫ് ഫോമിറ്റ്സ് വിച്ച് ആർ ഇൻഅനിമേറ്റ് ഒബ്ജക്ട്സ് ലൈക്ക് ക്ലോത്തിങ്, പെൻസിൽ, ടോയ്സ്. അതിപ്പം പാത്തജൻ വഴി കണ്ടാമിനേറ്റഡ് ആയിട്ടിരിക്കുന്ന ഈ ക്ലോത്തിങ്ങോ പെൻസിലോ അല്ലെങ്കിൽ ടോയ്സോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യുമ്പോഴോ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഇൻഫെക്ഷൻ നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ഒന്ന് നോക്കിക്കേ. പെൻസിൽ എന്ന് പറയുന്നത് ഡിഫ്തീരിയയുടെ ട്രാൻസ്മിഷന് കാരണമാവാറുണ്ട് കേട്ടോ. പെൻസിൽ ഷെയർഡ് ബൈ സ്കൂൾ ചിൽഡ്രൻ, ഇറ്റ് ആക്ട് ആസ് ആൻഡ് ഫോമിറ്റ്സ് ഇൻ ദ ട്രാൻസ്മിഷൻ ഓഫ് ഡിഫ്തീരിയ. പിന്നെ ഫേസ് ടവൽസ്, അത് ട്രാക്കോമ. ഓക്കെ, ഈ എക്സാമ്പിൾസ്, അത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. ഇപ്പോൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഏതെങ്കിലും ഒരു ഇൻഅനിമേറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൽ നിന്ന് നമുക്ക് ഇൻഫെക്ഷൻ വരികയാണ് അല്ലെങ്കിൽ സ്പ്രെഡ് സംഭവിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് കോണ്ടാക്ട് എന്ന് വിളിക്കുക. അപ്പോൾ അതിൽ എക്സാമ്പിൾ പെൻസിൽ വെച്ചിട്ടാണ് ഈ ഡിഫ്തീരിയ അത് അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. പിന്നെ ഫേസ് ടവലിൽ നിന്ന് നമുക്ക് ട്രാക്കോമ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് കോണ്ടാക്റ്റിൽ വരിക. അത് ഡയറക്റ്റും ഉണ്ട് ഇൻഡയറക്റ്റും ഉണ്ട്. ഓക്കെ, ഇനി വരുന്നതാണ് ഇൻഹലേഷൻ. ഇൻഹലേഷൻ മെയിനായിട്ട് നമുക്ക് കോസ് ചെയ്യുന്ന റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ആയിരിക്കും. അതായത് നമ്മൾ ഈ എയർബോൺ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് അറ്റ്മോസ്ഫിയറിലുള്ള അല്ലെങ്കിൽ നമ്മുടെ എയറിലുള്ള പാത്തജൻസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഉള്ളിലേക്ക് എടുക്കുകയാണ്, ഇൻഹെയിൽ ചെയ്ത് എടുക്കുകയാണ്. അതുവഴി ഈ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് വരികയും അവിടെ അത് ഇൻഫെക്ഷൻ കോസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ അതാണ് ഇൻഹലേഷനിൽ വരുന്നത്. സോ റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് സച്ച് ആസ് ഇൻഫ്ലുവൻസ, ട്യൂബർക്യുലോസിസ്, ഇതൊക്കെ എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ട്രാൻസ്മിറ്റഡ് ബൈ ഇൻഹലേഷൻ ഓഫ് പാത്തജൻസ്. പാത്തജൻസിനെ ഇൻഹെയിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിന് എക്സാമ്പിളാണ് ഇൻഫ്ലുവൻസ ആൻഡ് ട്യൂബർക്യുലോസിസ്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടെ എങ്ങനെ ആയിരിക്കും ഈ മൈക്രോ ഓർഗാനിസം നമ്മുടെ അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ എയറിൽ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിൽ സ്പ്രെഡ് ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിൽ നിന്ന് അത് പുറത്തേക്ക് വന്നിട്ടുണ്ടാവും. ലൈക്ക് അതായത് സ്നീസ് ചെയ്യുന്ന സമയത്തോ സ്പീക്ക് ചെയ്യുന്ന സമയത്തോ കഫ് ചെയ്യുന്ന സമയത്തോ ഒക്കെ ഈ ഡ്രോപ്സ് വന്നിട്ടുണ്ടാവും, എയർ ഡ്രോപ്സ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമുക്ക് എന്ത് വരും? ഇൻഫെക്ഷൻ വരും. അതാണ് ഇൻഹലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം ലാർജ് ഡ്രോപ്സ് ആണ് വരുന്നതെങ്കിൽ ലൈക്ക് സെക്രീഷൻസ് ഒക്കെ ആണെങ്കിൽ അതെന്താണ്, നേരെ ഗ്രൗണ്ടിലേക്ക് ഫോളോ ചെയ്യുകയും അവിടെ വെച്ചിട്ട് അതെന്ത് ചെയ്യും, ഡ്രൈ ചെയ്യുകയും ചെയ്യും. ബട്ട് ഈ ഡ്രൈയിങ് കഴിഞ്ഞാലും പാത്തജൻസ് എന്തായിരിക്കും, റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഡ്രൈയിങ്ങിന് അത് റെസിസ്റ്റൻ്റ് ആയിരിക്കും. ഈ ഡസ്റ്റിനകത്ത് നമ്മുടെ ഗ്രൗണ്ടിലേക്ക് പോകുന്നത് പോലെ തന്നെ നമ്മൾ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്, ഡസ്റ്റ് പാർട്ടിക്കിൾസില്ലേ, ഈ ഡസ്റ്റ് പാർട്ടിക്കിൾസിനകത്തും അത് ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ, ഡെപ്പോസിറ്റ് ചെയ്ത് കിടക്കും. ഡ്രൈ ആയാലും ഈ ഓർഗാനിസംസ് എന്തായിരിക്കും, അതിനകത്ത് വയബിൾ ആയിരിക്കും, ലിവിങ് ആയിട്ട് തന്നെ ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ഡസ്റ്റിലൂടെ ഡസ്റ്റ് നമ്മൾ ശ്വസിച്ച് കയറ്റുമ്പം എന്ത് പറ്റും, ഈ ഓർഗാനിസവും കൂടെ നമ്മുടെ ബോഡിയിലേക്ക് വരും. അപ്പോൾ അത് ലാർജ് ഡ്രോപ്ലെറ്റ്സിൻ്റെ കാര്യമാണ്. ഇനി സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ആണെങ്കിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനെ ഫോളോ ചെയ്ത് സെറ്റിൽ ചെയ്യാതെ അവർ ഇവാപ്പറേറ്റ് ആവും, പെട്ടെന്ന് തന്നെ ഇവാപ്പറേറ്റ് ആയിട്ട് അത് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ ഒക്കെ ആയിട്ട് നമ്മളെ എയറിൽ തന്നെ ഇങ്ങനെ അങ്ങ് കിടക്കും. ഓക്കെ, അത് നമുക്ക് എന്തായിട്ട് ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആയിട്ട് വരും. അപ്പോൾ ലാർജ് ഡ്രോപ്ലെറ്റ്സും സ്മോൾ ഡ്രോപ്ലെറ്റ്സും, ലാർജ് ഡ്രോപ്ലെറ്റ്സ് ഈ എയറിലുള്ള പാർട്ടിക്കിൾസിലോ അല്ലെങ്കിൽ ഗ്രൗണ്ടിലോ പോയി എന്ത് ചെയ്യും, സെറ്റിൽ ചെയ്തിട്ട് അവിടെ അത് ഡ്രൈ ആവും. ബട്ട് ദ ഓർഗാനിസം വയബിൾ ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ ശ്വസിക്കുമ്പോൾ അത് നമ്മുടെ ബോഡിയിലേക്ക് വരികയും ഇൻഫെക്ഷൻ കോസ് ചെയ്യുകയും ചെയ്യുന്നത്. സ്മോൾ ഡ്രോപ്ലെറ്റ്സ് ഈസിലി വാപ്പറേറ്റ് ചെയ്തിട്ട് അതിങ്ങനെ സസ്പെൻഡ് ചെയ്ത് തന്നെ കിടക്കും എയറിൽ. അപ്പോൾ അത് നമ്മൾ എടുക്കുമ്പോൾ എന്ത് പറ്റും, നമുക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകും. സോ അതാണ് ഇൻഹലേഷനിൽ വരുന്നത്. അപ്പോൾ ഇൻഹലേഷനിൽ നമ്മൾ ലാർജ് ഡ്രോപ്ലെറ്റ്സിൻ്റെ ഇൻഹലേഷനും ഉണ്ട്, സ്മോൾ ഡ്രോപ്ലെറ്റ്സിൻ്റെയും വരുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത് നോക്കാം, ഇൻജക്ഷൻ. അതായത് നമ്മൾ കഴിക്കുന്നതിലൂടെ, നമ്മൾ ഉള്ളിലേക്ക് ഫുഡ് എടുക്കുന്നതിലൂടെ. അപ്പോൾ ഫുഡിൽ നിന്നുള്ള ട്രാൻസ്മിഷൻ ആയിരിക്കും ഇവിടെ നടക്കുക. ഫുഡ് ബോൺ ഇൻഫെക്ഷൻ ആയിരിക്കും അത്. ഫുഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും, അല്ലെങ്കിൽ വാട്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഫുഡ് ബോൺ, വാട്ടർ ബോൺ, ഹാൻഡ് ബോൺ, നമ്മൾ വൃത്തിയായിട്ട് കൈ കഴുകാതെ
ഫുഡ് എടുത്ത് കഴിക്കുകയാണെങ്കിൽ കയ്യിലുള്ള മൈക്രോബ്സ് എന്ത് ചെയ്യും നമ്മുടെ ബോഡിയിലേക്ക് വരും. സോ ഇൻജക്ഷനിൽ എന്തൊക്കെ പ്ലേസ് ചെയ്യാം? ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ് നമുക്ക് അത് അണ്ടറിൽ വരാം, വാട്ടർ ബോൺ വരാം, ഹാൻഡ് ബോൺ വരാം. ഓക്കെ, സോ ഇൻജസ്റ്റൈനൽ ഇൻഫെക്ഷൻ ആയിരിക്കും മെയിനായിട്ടും ഇത് കോസ് ചെയ്യുന്നത്. ആൻഡ് അത് നമ്മൾ ഫുഡ് ഇൻജസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാട്ടർ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടർ കുടിക്കുന്നതിലൂടെയൊക്കെയാണ് അത് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ അതിൽ ഫുഡ് ബോൺ ഇൻഫെക്ഷൻസ്, വാട്ടർ ബോൺ ഇൻഫെക്ഷൻ, ഹാൻഡ് ബോൺ ഇൻഫെക്ഷൻസ് ഒക്കെ നമുക്ക് ഈ ഇൻജക്ഷൻസിന് അണ്ടറിൽ പ്ലേസ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഈസ് ഇനോക്കുലേഷൻ. ഇനി എന്താണ് ഇനോക്കുലേഷൻ എന്നുള്ളത് നോക്കാം. സാധാരണ നമ്മൾ എങ്ങനെ പറയാം? ഇനോക്കുലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഏതെങ്കിലും ഒരു മൈക്രോബിൻ്റെ അല്ലെങ്കിൽ ഒരു മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഒരു കൾച്ചർ എടുത്തിട്ട് നമ്മളുടെ എവിടെയാണോ ഇപ്പോൾ നമ്മൾ ലാബിലൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ് അത് കൾച്ചർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുക അല്ലേ. അതിൻ്റെ ഒരു ഡ്രോപ്പ് എടുത്തിട്ട് നമ്മൾ ആ മീഡിയത്തിനകത്ത് പ്ലേസ് ചെയ്ത് അതിനെ കൾച്ചർ ചെയ്യും. ഇതേപോലെ മൈക്രോബ്സ് ഡയറക്റ്റ് നമ്മുടെ സ്കിന്നിലോ നമ്മുടെ ബോഡിയിലേക്കോ വന്ന് ഇരിക്കുന്നതിനെയാണ് ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. അത് പല രീതിയിൽ വരാം. എങ്ങനെ വരാം? ഒന്ന്, നമ്മൾ ഈ ഡോഗ് ബൈറ്റ് ഒക്കെ വരുന്ന സമയത്ത് ഈ റാബിസ് വൈറസ് നമ്മുടെ ബോഡിയിൽ സബ്ക്യൂട്ടേനിയസ് ആയിട്ട് വരുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇനോക്കുലേഷൻ ആണ്. ഓക്കെ, ആ മൈക്രോ ഓർഗാനിസം നമ്മുടെ ബോഡിയിലേക്ക് ഡയറക്റ്റ് അങ്ങ് ഇനോക്കുലേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, നമ്മളെ ടിഷ്യൂലേക്ക്. അതേപോലെ ഇൻസെക്ട് വെക്ടേഴ്സ് ഒക്കെ വരില്ലേ? ഇൻസെക്ട് വെക്ടേഴ്സ് ഒക്കെ വരുമ്പം അതിനകത്തുള്ള ആർബോ വൈറസസ് ഒക്കെ ഡയറക്റ്റ് നമ്മുടെ ബോഡിയിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുകയാണ്. സോ ഇതൊക്കെയാണ് ഇനോക്കുലേഷന് എക്സാമ്പിൾ. അതേപോലെ ടെറ്റനസ് പോസ് ഡീപ്പ് വൂൺസിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതും ഇനോക്കുലേഷന് എക്സാമ്പിൾ ആണ്. സോ ഇനോക്കുലേഷൻ എന്തൊക്കെയാണ് വരിക? ടെറ്റനസ് പോസ് വരുന്നത് ഒരു എക്സാമ്പിൾ ആണ്. റാബിസ് വൈറസ് ഡെപ്പോസിറ്റഡ് സബ്ക്യൂട്ടേനിയസ്ലി ബൈ ഡോഗ് ബൈറ്റ് അല്ലെങ്കിൽ ആർബോ വൈറസ് ഇൻജസ്റ്റഡ് ബൈ ഇൻസെക്ട് വെക്ടർ, ഇതൊക്കെ ഇനോക്കുലേഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇനോക്കുലേഷൻ. എന്തൊക്കെയാണ്? ടെറ്റനസ് പോസ് വരുന്നുണ്ട്, റാബിസ് വൈറസിന്റെ കാര്യം, ആർബോ വൈറസിന്റെ കാര്യം ഓർത്ത് വെച്ചേക്കുക. അതാണ് ഇനോക്കുലേഷനിൽ വരുന്നത്. ഓക്കെ, ഇനി ചില സമയത്ത് ഹൈഡ്രോജനിക് ആയിട്ടുള്ള രീതിയിൽ, അതായത് അൺസ്റ്റെറിലൈസ്ഡ് സിറിഞ്ചോ സർജിക്കൽ എക്യുപ്മെന്റ്സോ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തും എന്ത് സംഭവിക്കാറുണ്ട്? ഈ ഇനോക്കുലേഷൻ രീതിയിലുള്ള ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. ഓക്കെ, ഹൈഡ്രോജനിക് ആയിട്ടുള്ള രീതിയിലുള്ള, അതായത് ലൈക്ക് അൺസ്റ്റെറിലൈസ്ഡ് സിറിഞ്ച് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സർജിക്കൽ എക്യുപ്മെന്റ്സ്, അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സർജിക്കൽ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്തോ ഈ മൈക്രോബ്സ് ഒരു ഇനോക്കുലേറ്റ് ചെയ്യുന്നത് പോലാണ്, അതിനെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ബോഡിയിൽ ഇടുന്നത് പോലാണ് ഈ സംഭവങ്ങളെല്ലാം വരുന്നത്. ഓക്കെ, സോ ഇൻഫെക്ഷൻ ബൈ ഇനോക്കുലേഷൻ മേ ബി ഹൈഡ്രോജനിക് വെൻ unsterilized syringe and surgical equipments are employed. So അതാണ് ഇനോക്കുലേഷൻ വരിക. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്, അതായത് HIV, ഇതൊക്കെ നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ വഴി നമ്മുടെ ബോഡിയിലേക്ക് വരാം. അതും ഈ ഇനോക്കുലേഷൻ്റെ ഒരു അണ്ടറിലായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ അൺസ്റ്റെറിലൈസ്ഡോ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള സിറിഞ്ചോ നീഡൽസോ, പർട്ടിക്കുലർലി അത് ഈ ഡ്രഗ് ഒക്കെ അഡിക്റ്റ് ആയിട്ടുള്ളവർ, അവരിപ്പം ഇൻഫെക്ഷൻ ഉള്ള ആളാണോ ഇല്ലയോ എന്നൊന്നും അവർക്കറിയില്ലായിരിക്കും അല്ലേ. അവരിങ്ങനെ കോമൺ ആയിട്ട് എല്ലാവരും ഒരു സിറിഞ്ച് തന്നെ ആയിരിക്കും യൂസ് ചെയ്യുക. സോ അങ്ങനെ ഇപ്പം HIV ഉള്ള ഒരാളിൽ നിന്നോ അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ള ഒരാളിൽ നിന്നോ അങ്ങനെയും നമ്മുടെ ബോഡിയിലേക്ക് ഇൻഫെക്ഷൻ വരാം. സോ ഇതും ഇനോക്കുലേഷൻ്റെ അണ്ടറിൽ നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇതൊക്കെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് HIV. അത് ട്രാൻസ്ഫ്യൂഷൻ ഓഫ് ബ്ലഡ് വഴി, ഇൻഫെക്റ്റഡ് ബ്ലഡ് അല്ലെങ്കിൽ യൂസ് ഓഫ് കണ്ടാമിനേറ്റഡ് സിറിഞ്ച് വഴിയും ഇനോക്കുലേഷൻ സംഭവിക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കൺജനൈറ്റൽ. അതായത് അമ്മേന്ന് കുട്ടിയിലേക്ക് എത്തുന്നതാണ് കൺജനൈറ്റൽ എന്ന് നമ്മൾ പറയാം. അതായത് ചില പാത്തജൻസിന് എന്ത് ചെയ്യാൻ പറ്റും? പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. എന്നിട്ട് അവർ യൂട്രസിലുള്ള ഫീറ്റസിനെ അവരെന്ത് ചെയ്യും? ഇൻഫെക്റ്റ് ചെയ്യും. സോ അങ്ങനെയുള്ളവരെയാണ് നമ്മൾ കൺജനൈറ്റൽ എന്ന് പറയുന്നത്. അങ്ങനത്തെ രീതിയിൽ ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. സോ അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഓർത്ത് വെച്ചിരിക്കുക, വേർട്ടിക്കൽ ട്രാൻസ്മിഷൻ. എന്താണ് വേർട്ടിക്കൽ ട്രാൻസ്മിഷൻ? സോ കൺജനൈറ്റൽ അല്ലെങ്കിൽ വേർട്ടിക്കൽ ട്രാൻസ്മിഷൻ നടക്കും. അപ്പം അത് കാരണം ചിലപ്പോൾ എന്ത് പറ്റും? ഈ പ്രഗ്നൻസി അബോർട്ടായി പോവും, അല്ലെങ്കിൽ മിസ്കാരേജ് ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റിൽ ബർത്തിന് കാരണമാവും. ഓക്കെ, സോ ഈ കൺജനൈറ്റൽ ഇൻഫെക്ഷൻ കാരണം ഇങ്ങനത്തെ കണ്ടീഷൻ, അതായത് അബോർഷൻ, മിസ്കാരേജ് അല്ലെങ്കിൽ സ്റ്റിൽ ബർത്തിന് കാരണമാവാറുണ്ട്. ഓക്കെ, ചില ലൈവായിട്ടുള്ള ഇൻഫൻറ്റിനും ചിലപ്പം ഈ ഡിസീസസ് കാരണം, അതായത് ഈ സ്പ്രെഡ് കാരണം അവർക്ക് എന്തുണ്ടാവും? ഡിസീസ് ഉണ്ടാവും. ജനിക്കുമ്പോഴേ അവർക്ക് ആ ഒരു ഡിസീസ് ഉണ്ടാവും. ലൈക്ക് കൺജനൈറ്റൽ സിഫിലിസ് ഒക്കെ അതിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇനി ചില കുട്ടികളിൽ അവരുടെ ഓർഗൻ ഡെവലപ്മെൻറ്റിനെ അത്
ബാധിക്കും. ചില ഇൻഫെക്ഷൻസ് അതിൻ്റെ ഓർഗൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും. അല്ലെങ്കിൽ അവരുടെ മെയിനായിട്ടും ഓർഗനോജനസിസ് ആണ്, ഓർഗൻ ഡെവലപ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ ഫോമേഷൻ, ഓർഗൻസിൻ്റെ ഫോമേഷൻ കറക്റ്റഡ് ആവാം, അതായത് അബ്നോർമൽ ആയിട്ടുണ്ടാവാം. സോ അങ്ങനെ ഉണ്ടാവുന്നതും വരും. ലൈക്ക് റുബെല്ല വൈറസൊക്കെ അതാണ് ചെയ്യുക കേട്ടോ. സോ യൂട്രൈൻ ഇൻഫെക്ഷൻ, ഇൻട്രാ യൂട്രൈൻ ഇൻഫെക്ഷൻ വിത്ത് റുബെല്ല വൈറസ്, അത് എന്ത് ചെയ്യും? ഓർഗനോജനസിസ്, അതായത് ഓർഗൻ ഫോമേഷനെ അവരെന്ത് ചെയ്യും? ഇൻറ്റർഫിയർ ചെയ്യാറുണ്ട്. സോ അങ്ങനെയുള്ള ആ ഇൻഫെക്ഷ്യസ് ഓർഗാനിസം ഇല്ലേ, അവരെ നമ്മൾ ടെറാറ്റോജൻസ് എന്ന് വിളിക്കും. എന്തെന്ന് വിളിക്കും? ടെറാറ്റോജൻസ്. ടെറാറ്റോജൻസ്. ഓക്കെ. ദ സബ്സ്റ്റൻസ് ഓർ ദ ഓർഗാനിസം വിച്ച് കോസ്, അല്ലെങ്കിൽ വിച്ച് കോസ് മാൽഫോമേഷൻ ഓഫ് ഓർഗൻസ്, അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെറാറ്റോജൻസ് എന്ന് വിളിക്കാം. സോ ഇങ്ങനെ ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ് നമ്മൾ ടെറാറ്റോജനിക് ഇൻഫെക്ഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ. സോ intrauterine infection like rubella virus can interfere with what? Organogenesis and lead to congenital malformations. അങ്ങനെയുള്ള ഇൻഫെക്ഷൻ ആണ് നമ്മൾ ടെറാറ്റോജനിക് ഇൻഫെക്ഷൻ. ആൻഡ് ദാറ്റ് സബ്സ്റ്റൻസ്, അല്ലെങ്കിൽ ഏത് സബ്സ്റ്റൻസ് ആണോ ആ മാൽഫോർമേഷന് കാരണമായിട്ടുള്ളത്, അവരെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ടെറാറ്റോജൻസ് എന്ന് പറയാം. ഹിയർ ദ ടെറാറ്റോജൻ ഈസ് റുബെല്ല വൈറസ്. ഇവിടുത്തെ ടെറാറ്റോജൻ എന്ന് പറയുന്നത് റുബെല്ല വൈറസ് ആണ്. ഓക്കെ അല്ലേ? സോ അതാണ് കൺജനൈറ്റലിൽ വരുന്നത്. ഇനി iatrogenic and laboratory ഇൻഫെക്ഷൻസ് വരാറുണ്ട്. iatrogenic and laboratory ഇൻഫെക്ഷൻ. അപ്പോൾ അത് നമ്മൾ ഇഞ്ചക്ഷൻസ് യൂസ് ചെയ്യുന്ന അൺസ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ളതോ, അല്ലെങ്കിൽ പഞ്ചോസ്, ലുംബാർ പഞ്ചോസോ, കത്തീറ്ററൈസേഷൻ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ അതൊക്കെ സ്റ്റെറിലൈസ്ഡ് അല്ലാത്തതോ, അല്ലെങ്കിൽ നോർമലി അൺസ്റ്റെറൈൽ ആയിട്ടുള്ളതോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഇങ്ങനത്തെ ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. ഓക്കെ. അതേപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടക്കുന്ന സമയത്തോ, ഡയാലിസിസ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി, ഈ സമയത്തും ഇങ്ങനത്തെ ഇൻഫെക്ഷൻ സ്പ്രെഡ് ആവാറുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ നടക്കാറുണ്ട്. മെയിനായിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് അങ്ങനത്തെ പ്രൊസീജിയേഴ്സിൽ നിന്നും നമുക്ക് എന്ത് സംഭവിക്കാറുണ്ട്? ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. സോ അത് തന്നെയാണ് ഹൈഡ്രോജനിക് ആൻഡ് ലബോറട്ടറി ഇൻഫെക്ഷൻ്റെ അണ്ടറിൽ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതേപോലെ ഇപ്പം ലബോറട്ടറിയിലുള്ള പേഴ്സൺ, അവർക്ക് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരത് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിലും നമുക്കത് ഇൻഫെക്ഷൻ കോസ് ചെയ്യാറുണ്ട്. സോ ലബോറട്ടറി പേഴ്സണൽ ഹാൻഡ്ലിങ് ഇൻഫെഷ്യസ് മെറ്റീരിയൽ ആർ അറ്റ് റിസ്ക്. ഇൻഫെഷ്യസ് മെറ്റീരിയലുമായിട്ട് അവർ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവർ പ്രോപ്പറായിട്ടുള്ള കെയർ എടുത്തിട്ടില്ലെങ്കിലും അത് ഹൈ റിസ്കിലേക്ക് കാരണമാവും. അത് ബാക്കിയുള്ള അവിടെ വരുന്ന ആൾക്കാരിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ അതാണ് ഹൈഡ്രോജനിക് ആൻഡ് ലബോറട്ടറി ഇൻഫെക്ഷൻസിനകത്ത് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിനായിട്ടുള്ള മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഏതൊക്കെ രീതിയിൽ? ജനറലി നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തതാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. പിന്നെ അതിനുള്ളിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുന്ന കുറേ എണ്ണം നമ്മൾ നോക്കിയല്ലേ. അതിൽ നമുക്ക് കോണ്ടാക്ട് വരുന്നുണ്ട്, അത് ഡയറക്റ്റും ഇൻഡയറക്റ്റ് കോണ്ടാക്ട് വരുന്നുണ്ട്. പിന്നെ അല്ലാതെ നമ്മൾ എങ്ങനെയാണ് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ കൺജനൈറ്റലായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ട്രാൻസ്മിഷൻ പോസിബിളാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർക്കേണ്ടത് മെയിനായിട്ടും എക്സാമ്പിൾസ് നന്നായിട്ട് നോക്കുക. അങ്ങനെയുള്ളത് ചോദിക്കാം. ചിലപ്പോൾ എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ടൈപ്പ് ഓഫ് ട്രാൻസ്മിഷൻ ആണ് അതിനകത്ത് വരുന്നത് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഏരിയ പഠിക്കുമ്പോൾ ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതേപോലെ അപ്പോൾ അതിനു വേണ്ടി കുറച്ചൊരു നിങ്ങൾക്കൊരു ഐഡിയ കിട്ടാൻ എങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ ഏരിയയിൽ നിന്ന് വരുന്നതെന്ന് ഒരു ഐഡിയ കിട്ടണമല്ലോ. അതിനുവേണ്ടി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്താലോ. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ പഠിപ്പിച്ചത് മൊത്തം ആദ്യം കണ്ടിട്ട് വരണം, കണ്ട് പഠിച്ചിട്ട് വരണം, നോട്ട് ചെയ്തിട്ട് വരണം. ഇപ്പം തന്നെ നിങ്ങൾ ഓൾറെഡി പഠിച്ച ആൾക്കാരായതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പം ചിലപ്പോൾ കുറേ നാൾ പഠിച്ച് കഴിഞ്ഞ ആൾക്കാർ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ പഠിച്ചിറങ്ങിയവർ കാണും. അപ്പോൾ ചിലർക്കൊക്കെ നല്ല ഓർമ്മ കാണുമായിരിക്കും അല്ലേ, ചിലർക്കത് ഓർത്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ എന്താ ഇപ്പോൾ ഒന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എല്ലാം ഇങ്ങനെ മൈൻഡിലോട്ട് വന്നതാണ്, അന്ന് പഠിച്ചത് ഏത് പേജാണ് എന്നൊക്കെ കാര്യമൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഓർമ്മ വന്നതാണ് അല്ലേ. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനും പറ്റിയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ കാണിക്കും, നിങ്ങളും എന്നോടൊപ്പം ആൻസർ ചെയ്യുക. അപ്പം നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ആ ഓപ്ഷൻ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു സെൽഫ് ഇവാലുവേഷൻ നടത്താം. ഓക്കെ, ഈ ഏരിയ എൻ്റെ കയ്യിൽ ഭദ്രമാണ്, കറക്റ്റാണ്, എനിക്കെല്ലാം കിട്ടിയത്, അല്ല ഇപ്പം തെറ്റാണെങ്കിൽ ഞാൻ അതൊന്നും കൂടെ പഠിക്കണം എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പഠിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വെച്ച് പോസ് ചെയ്യുക, പോയി പഠിക്കുക, പഠിച്ചിട്ട് വന്നിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഓക്കെ, പഠിച്ചു കഴിഞ്ഞവരെന്ത് ചെയ്യാം, ഇനി അങ്ങോട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാൻ വായിക്കും, എന്നിട്ട് 1 സെക്കൻഡോ 2 സെക്കൻഡോ ടൈം തരുള്ളൂ. ആൻസർ അപ്പോഴേ നിങ്ങൾ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ആൻസർ കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്,
assertion and reason type question ആണ്. So direct transmission involves the immediate transfer of infectious agents from an infected host to another person. Okay, assertion അതാണ്. അതിന്റെ reason എങ്ങനെയാണ്? Sneezing or coughing droplet are example of indirect transmission. Okay, reason and assertion. അപ്പോൾ ഇതിൽ റീസണും അസേഷനും ഓപ്ഷൻസ് നോക്കിയിട്ട് രണ്ടും കറക്റ്റ് ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. രണ്ടും കറക്റ്റ് ആണ്, നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ. എ ട്രൂവും ആറ് ഫോൾസും, എ ഫോൾസും ആറ് ട്രൂ. അപ്പോൾ ഏതായിരിക്കും വരിക? ഒന്ന് നന്നായിട്ടൊന്ന് നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കി. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഇൻവോൾവ് ദ ഇമ്മീഡിയറ്റ് ട്രാൻസ്ഫർ ഓഫ് ഇൻഫെക്ഷ്യസ് ഏജന്റ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് ഹോസ്റ്റ് ടു അനദർ പേഴ്സൺ. അപ്പം അതാണ് അസേഷൻ. റീസൺ നോക്കിക്കേ, സ്നീസിങ് ഓർ കഫിംഗ് ഡ്രോപ്ലെറ്റ്സ് ആർ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. അപ്പോൾ ഇതിലേതാണ് വരിക? എ എന്ന് പറയുന്നത് കറക്റ്റ് ആണല്ലേ, അപ്പോൾ എ ട്രൂ ആണെന്ന് മനസ്സിലായി. ആറ് റീസൺ നോക്കേ, ആറ് ട്രൂ ആണോ നോക്കേ. സ്നീസിങ് ആൻഡ് കഫിംഗ് ഡ്രോപ്ലെറ്റ്സ് അത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്നാണ് പറഞ്ഞത്, ആണോ? അല്ല. സോ അത് റോങ് ആണല്ലേ, അത് ഫോൾസ് ആണ്. അപ്പം എ ഇസ് ട്രൂ, ആർ ഇസ് ഫോൾസ്. അതാണ് കറക്റ്റ് ആൻസറിൽ വരുന്നത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. അസർഷൻ റീസൺ ടൈപ്പ് തന്നെയാണ് അതും. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ഈസ് എ മെത്തേഡ് ഓഫ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷൻ. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഇൻക്ലൂഡ്സ് ട്രാൻസ്മിഷൻ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. ഓക്കെ, അപ്പം ഇതിൽ അസേർഷൻ ആൻഡ് റീസൺ ആണ് തന്നിരിക്കുന്നത്. അപ്പം അസേർഷൻ ഏത് വരും, റീസൺ എങ്ങനെ വരുമെന്നൊന്ന് നോക്കി. ഇവിടെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഓഫ് ഇൻഫെക്ഷനിൽ വരുന്നതാണ്, അത് നമുക്കറിയാം അല്ലേ. സോ അത് കറക്റ്റ് ആണ്. അപ്പം എ ട്രൂ ആണ്. അപ്പം എ ട്രൂ എന്ന് പറയുമ്പം ഈ ഒരു ഓപ്ഷൻ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഇനി ആറ് നോക്കൂ. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഇൻക്ലൂഡ് ട്രാൻസ്മിഷൻ ടു കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ. അത് ഡയറക്റ്റ് ആണോ? അല്ലല്ലേ, അപ്പോൾ അത് റോങ് ആണ്. സോ ആൻസർ എന്താ വരിക? എ ട്രൂവും ഓർ ഫോൾസും എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വൺ, വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ എക്സാമ്പിൾ ആണ്. ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ക്യാൻ ഒക്കർ ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് യൂട്ടൻസിൽസ്. ഓക്കെ, വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത് ബിക്കോസ് ഇറ്റ് ക്യാൻ ട്രാൻസ്മിറ്റ് ടു കണ്ടാമിനേറ്റഡ് ഫുഡ്, ക്ലോത്ത്സ് ആൻഡ് യൂട്ടൻസിൽസ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവല്ലേ ആ വെഹിക്കിൾ ബോൺ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആണ്. സോ രണ്ടും ട്രൂ ആണ്, കറക്റ്റ് എക്സ്പ്ലനേഷനും ആണ്. ഓക്കെ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ occurs when an infectious agent is carried by an insect or animal. വെക്ടർ ബോൺ എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ഏജന്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെയാണ്, അതും ഒരു അനിമൽ അല്ലെങ്കിൽ ഇൻസെക്റ്റ് ആണ്. In vector-borne transmission, the agent always multiplies in the vector before infecting the host. വെക്ടർ-ബോൺ ട്രാൻസ്മിഷൻ്റെ സമയത്ത് ഏജന്റ് എപ്പോഴും ഓൾവേസ് എന്ത് ചെയ്യുമെന്നാണ്, വെക്ടറിനുള്ളിൽ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടേ അത് ഇൻഫെക്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ അത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കി. അപ്പോൾ വെക്ടർ-ബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. ഇൻഫെക്ഷ്യസ് ഏജന്റ് ഈസ് ക്യാരിഡ് ബൈ ആൻ ഇൻസെക്ട് ഓർ അനിമൽ. അപ്പോൾ അത് ട്രൂ ആണ്. ബട്ട് ഈ പറഞ്ഞതാണോ? അല്ല, മേ ഓർ മേ നോട്ട് മൾട്ടിപ്ലൈസ് ഇൻ ദ വെക്ടർ ആണ്. സോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. സോ എ ഈസ് ട്രൂ, ആർ ഈസ് ഫോൾസ്. നെക്സ്റ്റ് വൺ, എയർബോൺ ട്രാൻസ്മിഷൻ ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. എയർബോൺ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ്. Airborne transmission involves droplet or droplet nuclei that remain suspended in the air for extended period. എയർബോൺ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലേ, അതായത് ഡ്രോപ്ലെറ്റ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ അവിടെ എന്ത് ചെയ്യണം, എയറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നു. അത് പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് എയർബോൺ ട്രാൻസ്മിഷൻ ഉണ്ടാവുന്നത്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആൻഡ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ട്രാൻസ്പ്ലാസെന്റൽ ഇൻഫെക്ഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. ട്രാൻസ്പ്ലാസെന്റൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡയറക്റ്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. And transplacental infection occurs when pathogens cross the placental barrier to infect the fetus. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ്? അതിൽ എ നമുക്ക് ഡയറക്റ്റ് ആണ്, സോ അത് തെറ്റാണല്ലേ. അപ്പം എ ഫോൾസ് എന്ന് പറയുന്നത് ഈ ഒരു ഓപ്ഷനാണ്. സോ എ ഫോൾസ് ആൻഡ് ആർ ട്രൂ. ഓക്കെ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ ഈസ് എ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ട്രാൻസ്മിഷൻ.
Direct transmission involves the immediate transfer of pathogens from the host to another person through physical contact. അപ്പോൾ ഇതിലേതാണ് vector-borne transmission is an indirect method of transmission ആണ്. So that statement is wrong. അപ്പോൾ A falseും R true ആണ്. Next one, what is direct transmission of infection? എന്താണ് direct transmission എന്ന് പറഞ്ഞാൽ? Transfer of pathogens through contaminated water, immediate transfer of pathogens from an infected host to another through direct contact, transmission through a vector, spread of infection through contaminated food. ഇതിലേതാ വരിക? immediate transfer of pathogens ആണ് from an infected host to another through direct contact. അതിനെയാണ് നമ്മൾ direct transmissionൽ പറയുന്നത്. Which of the following is an example of direct transmission? Direct transmission നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാവുന്നത് ഇതിലേതാണ്? Sharing contaminated food, vector-borne diseases, sneezing or coughing droplet, using contaminated utensils. ഇതിലേതാണ്? Sneezing or coughing droplet. Direct contactൽ വരുന്നതാണ് അത്. How can placental infections occur? Through contaminated water, from mother to fetus, by vector bites, through inhalation. Transplacental എന്ന് പറയുന്നത് എന്താണ്? പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്തിട്ട് മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് എത്തുന്നതാണ്. സോ ഫ്രം മദർ ടു ഫീറ്റസ്. Which method of indirect transmission involves contaminated materials such as food or clothing? ഏത് ടൈപ്പിനെയാണ് നമ്മൾ അതായത് ഫുഡ് ആൻഡ് ക്ലോത്തിങ്ങിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് നമ്മളൊരു പേര് പറയും? എയർബോൺ ട്രാൻസ്മിഷൻ, വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, നൺ ഓഫ് ദിസ്. ഇതിലേതാണ്? ഇറ്റ് ഈസ് വെഹിക്കിൾ ബോൺ ആണ്. ഇറ്റ് ഈസ് വെഹിക്കിൾ ബോൺ ട്രാൻസ്മിഷൻ ആണ്. വെക്ടർ ആണ് ഇൻസെക്ട് ആനിമൽസിലൂടെ ഒക്കെ വരുന്നത്. What is the primary mode of transmission for respiratory infection like tuberculosis? Tuberculosis-ന്റെ primary mode of transmission ഏതാണ്? Direct contact, inhalation, vector-borne transmission, blood transfusion. Direct contact അതായത് primary mode ആണ് ചോദിച്ചിരിക്കുന്നത്. So it is inhalation ആണ്. Inhalation വഴിയാണ് ഡയറക്റ്റ് ആയിട്ട് അവരുടെ ബോഡിയിലേക്ക് വരുന്നത്. So it is a primary mode of transmission എന്ന് പറയുന്നത് inhalation ആണ്. അതായത് എയർ ഡ്രോപ്ലെറ്റ്സിനകത്ത് അവിടെ കിടക്കുകയും അത് നമ്മൾ ശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ബോഡിയിലേക്ക് വരികയും ചെയ്യുന്നത്. വാട്ട് ടേം ഈസ് യൂസ്ഡ് ഫോർ ഡിസീസസ് ട്രാൻസ്മിറ്റഡ് ത്രൂ ഡയറക്റ്റ് കോണ്ടാക്ട്? ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസസിന് നമ്മൾ ജനറലായിട്ട് ഒരു പേര് കൊടുക്കാറുണ്ട്. അത് ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് ടേം ആണ്? വെഹിക്കിൾ ബോൺ ഡിസീസ്, കണ്ടേജിയസ് ഡിസീസ്, സൂനോട്ടിക് ഡിസീസ് ആൻഡ് എയർബോൺ ഡിസീസ്. ഏതാണ്? കണ്ടേജിയസ് ഡിസീസ് എന്നാണ് പറയാം അല്ലേ? കണ്ടേജിയസ് disease. Which object can act as format in the transmission of diphtheria? Diphtheriaയിൽ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞാണല്ലേ? പെൻസിൽ, മോസ്കിറ്റോ, ഫുഡ്, എയർ. It is pencil. Which of the following disease is commonly transmitted via sexual contact? സെക്ഷൽ ഇന്റർകോഴ്സിലൂടെ അല്ലെങ്കിൽ സെക്ഷൽ കോണ്ടാക്റ്റിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിസീസിനൊരു എക്സാമ്പിൾ ഇതിലേതാണ്? ട്യൂബർക്കുലോസിസ്, സിഫിലിസ്, ഇൻഫ്ലുവൻസ, ട്രക്കോമ. ഇറ്റ് ഈസ് സിഫിലിസ്. വെരി ഗുഡ്. എല്ലാവർക്കും അറിയാവുന്ന ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലേ? സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസിന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് സിഫിലിസ്. അപ്പം അത് ഓർത്ത് വെച്ചിക്കോട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ? വെക്ടർ ബോണിന് എക്സാമ്പിൾ ഇതിലേതാണ്? ഷെയറിംഗ് കണ്ടാമിനേറ്റഡ് നീഡിൽസ്, ട്രാൻസ്മിഷൻ ടു മോസ്കിറ്റോ, ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾ, ഈറ്റിംഗ് കണ്ടാമിനേറ്റഡ് ഫുഡ്. ഇതിലേതാണ് വെക്ടർ? വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു ഇൻസെക്റ്റോ ഒരു അനിമലോ നമ്മളുടെ ബോഡിയിലേക്ക് കൊണ്ടെത്തിക്കുകയാണ്. സോ ഇറ്റ് ഇസ് ട്രാൻസ്മിഷൻ ത്രൂ മോസ്കിറ്റോ. Droplet nuclei remain suspended in the air for long period and can cause infections such as influenza, diphtheria, syphilis, trachoma. ഏതാണ്? അത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻ ആണ് കോസ് ചെയ്യുക. ആൻഡ് അതിൽ ഏത് വരും? ഇറ്റ് ഇസ് ഇൻഫ്ലുവൻസ. ഇൻഫ്ലുവൻസ നമുക്ക് കോസ് ചെയ്യാറുണ്ട്. Pathogens resistant to drying can act as a source of infection through dash. ഏത് രീതിയിലുള്ള ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ ആയിരിക്കും അത് കാണിക്കുക? വെക്ടർ ബൈറ്റ്, ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ്, സ്കിൻ ടു സ്കിൻ കോണ്ടാക്ട്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ. ഏതാ ഇത് വരിക? ഇൻഹലേഷൻ ഓഫ് ഡസ്റ്റ് വഴി നമ്മുടെ ബോഡിയിലേക്ക് ആ പാത്തജൻസ് എത്താറുണ്ട്.
Which of the following is considered a vehicle for vehicle-borne transmission? ഈ തന്നിരിക്കുന്നതിൽ ഒരു വെഹിക്കിൾ ഏതാണ്? വെഹിക്കിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഫുഡ്, എയർ ഡ്രോപ്ലെറ്റ്സ്, മോസ്കിറ്റോ, ഫീസസ്. ഇതിലേതാണ് വരിക? ഇറ്റ് ഈസ് ഫുഡ്. ഫുഡ്, വാട്ടർ ഒക്കെ എന്താണ് ഒരു വെഹിക്കിളിൽ വരുന്ന, വെഹിക്കിൾ ബോണിൽ വരുന്ന എക്സാമ്പിൾ ആണ് കേട്ടോ. ഹൗ ഈസ് ട്രക്കോമ കോമൺലി ട്രാൻസ്മിറ്റഡ്? ട്രക്കോമ എങ്ങനെയാണ് ട്രാൻസ്മിഷൻ നടക്കുന്നത്? ഫേസ് ടവൽസ്, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ, കണ്ടാമിനേറ്റഡ് ഫുഡ്, സ്നീസിംഗ് ഡ്രോപ്ലെറ്റ്സ്. ഇറ്റ് ഈസ് ത്രൂ ഫേസ് ടവൽ. Which method involves the transfer of infection through inanimate object? Inanimate objectലൂടെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡയറക്റ്റ് കോണ്ടാക്ട്, വെക്ടർ ബോൺ ട്രാൻസ്മിഷൻ, ഫോമൈറ്റ് ട്രാൻസ്മിഷൻ, എയർ ബോൺ ട്രാൻസ്മിഷൻ. ഇറ്റ് ഇസ് ഫോമൈറ്റ് ട്രാൻസ്മിഷൻ ആണ്. ഇറ്റ് ഈസ് നോൺ ആസ് വെഹിക്കിൾ ബോൺ ഇൻഫെക്ഷൻ ആണ്, അല്ലെങ്കിൽ വെഹിക്കിൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻഫെക്ഷൻ ആണ്. What happens to large droplets from sneezing when they hit the ground? അവരെന്താ ചെയ്യുക? They remain suspended in the air. They evaporate immediately. They dry and may act as a source of infection. They are absorbed by the soil. അവരെന്താ ചെയ്യും? They immediately dry but they are act as a source of infection. ആ ഡ്രൈ ചെയ്താലും ആ പാത്തജൻസ് എന്തായിരിക്കും? ഡ്രൈയിങ് റെസിസ്റ്റൻ്റ് ആയിരിക്കും. What is the primary mode of transmission for intestinal infection? Intestinal infectionന്റെ primary mode of transmission എന്താണ്? Intestinal infectionന്റെ ആണ്. Inoculation, inhalation, ingestion, congenital. It is primary mode ആണ് ചോദിക്കുന്നത്. It is ingestion. അതായത് ഫുഡ് കഴിക്കുന്നതിലൂടെ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നതിലൂടെയാണ് ഉള്ളിലേക്ക് എത്തുന്നത്. Ingestion transmission can be classified as waterborne, foodborne, handborne, airborne, vector-borne, fomite-borne, direct, indirect, vertical, congenital, vertical or horizontal. It is waterborne, foodborne, handborne. Which of the following is an example of inoculation transmission? Inoculation transmission example ആയിട്ടുള്ളത് ഇതിലേതാണ്? Hepatitis A through contaminated water, tetanus spore implanted in deep wound, congenital syphilis, influenza through inhalation. ഇനോക്കുലേഷൻ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കോമൺ ആയിട്ട് വരുന്നത് ടെറ്റനസ് സ്പോർസ് ആണ്, വിച്ച് ആർ ട്രാൻസ്പ്ലാന്റഡ് ഇൻ ദ ഡീപ്പ് വുണ്ട്. ഹൗ ക്യാൻ റാബിസ് വൈറസ് ബി ട്രാൻസ്മിറ്റഡ് ടു എ ഹോസ്റ്റ്? റാബിസ് വൈറസ് എങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ചെയ്യുക? ഇൻജെക്ഷൻ, ഇൻഹലേഷൻ, സബ്ക്യൂട്ടേനിയസ് ഇനോക്കുലേഷൻ ത്രൂ എ ഡോഗ് ബൈറ്റ്, കൺജനൈറ്റൽ ഇൻഫെക്ഷൻ. ഇറ്റ് ഈസ് സബ്ക്യൂട്ടേനിയസ് ഇനോക്കുലേഷൻ ത്രൂ എ ഡോഗ് ബൈറ്റ്. Which mode of transmission involves the transfer of pathogens through unsterile syringe or surgical equipment? ഏത് ടൈപ്പ് ട്രാൻസ്മിഷൻ ആണ് അവിടെ നടക്കുക? ഇൻജെക്ഷൻ, ഇനോക്കുലേഷൻ, കൺജനൈറ്റൽ ട്രാൻസ്മിഷൻ, ലബോറട്ടറി ഇൻഫെക്ഷൻ. ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ത്രൂ അൺസ്റ്റെറൈൽ സിറിഞ്ച് ഓർ സർജിക്കൽ എക്യുപ്മെന്റ്. അത് ഏത് മോഡാണ് കാണിക്കുക? ഇറ്റ് ഇസ് ഇനോക്കുലേഷൻ കാണിക്കാറുണ്ട്. അതേപോലെ അതിനെ നമുക്ക് ലബോറട്ടറി ഇൻഫെക്ഷൻ ആയിട്ടും കൺസിഡർ ചെയ്യാം കേട്ടോ. അൺസ്റ്റെറൈൽ സിറിഞ്ച് ആൻഡ് സർജിക്കൽ എക്യുപ്മെന്റ്സിൽ നമുക്ക് ഈ ലബോറട്ടറി ഇൻഫെക്ഷൻ ആയിട്ടും നമുക്ക് ചില രീതിയിൽ, അതായത് സിറിഞ്ച് നമ്മൾ ഈ ബ്ലഡ് എടുക്കുന്ന സിറിഞ്ചിലൊക്കെ അൺസ്റ്റെറൈൽ ആണെങ്കിൽ അതും നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ. Vertical transmission of infection occurs through blood transfusion, ingestion of contaminated food, placental barrier, inhalation of droplets. എങ്ങനെയാണ്? പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. Which of the following diseases is a teratogenic infection? Tetanus, rabies, congenital syphilis, intrauterine rubella infection. Intrauterine rubella infection is a teratogenic infection which cause defect in organogenesis. Which of the following statement about iatrogenic infection is true? True ആയിട്ടുള്ളത് ഏതാണ്? They occur due to contaminated food or water. They occur during medical procedures if asepsis is lacking. They are transmitted via airdrop or droplet. They are caused by congenital malformation. They occur during medical procedures if asepsis is lacking. What is a common cause of iatrogenic transmission of hepatitis B and HIV? Congenital transmission, contaminated syringe and needles, vector-borne transmission,
Airborne transmission. It is through contaminated syringe and needles. Which of the following is not a cause of congenital condition? Not ആണ് കേട്ടോ. Rubella, hepatitis B, syphilis, cytomegalovirus. It is hepatitis B virus. What term describe infectious transmission transmitted from mother to fetus in uterus? യൂട്രസിലൂടെ അല്ലെങ്കിൽ മദറിൽ നിന്ന് ഫീറ്റസിലേക്ക് വരുന്ന ആ ഒരു ഇതിനെ നമ്മൾ എന്ത് പേരാണ് കൊടുക്കുക? Horizontal transmission, vertical, indirect inoculation. It is vertical transmission അല്ലെങ്കിൽ congenital transmission എന്ന് പറയും. Which of the following medical procedures can increase the risk of iatrogenic infection? ഏതാണ്? Injection and lumbar puncture, blood transfusion and inhalation, congenital infections and ingestion, contact with vomits and vectors. Injection and lumbar puncture. What is the main risk factor for laboratory infection? Direct contact with the patient, handling of infectious material, sharing food with the infected individual, inoculation through unsterilized equipment. It is handling of infectious material. Intrauterine infection with the rubella virus can result in tetanus, congenital malformation, hepatitis B, tuberculosis. It can cause malformation. Which of the following infection is commonly associated with inoculation by insect vector? Arbovirus, influenza, syphilis, rubella. Insect vector വഴി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിലേതാണ്? Arbovirus. Which statements regarding inoculation are true? Tetanus spores are transmitted through ingestion. Tetanus spores are transmitted to ingestion. Rabies virus can be deposited subcutaneously via dog bite. Infection can occur due to unsterilized syringe and needle. Arbovirus are transmitted to insect through insect vector. ഇനോക്കുലേഷനിൽ വരുന്ന ഇഞ്ചക്ഷനിലൂടെ അല്ല ഇനോക്കുലേഷൻ സംഭവിക്കുന്നില്ല. ടെറ്റനസ് സ്പോർസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബോഡിയിലെ ടിഷ്യൂലേക്ക് വരാണ്, ഡീപ്പ് വൂണ്ടിലൂടെയാണ് വരുന്നത്. സോ ഇഞ്ചക്ഷനിലൂടെ അല്ല, ഡീപ്പ് വൂണ്ടിലൂടെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. ബാക്കി പറയുന്ന എല്ലാം എന്താണ്? കറക്റ്റ് ആണ് അല്ലെങ്കിൽ ട്രൂ ആണ്. സോ ഇതിപ്പോൾ മാറിയിട്ട് ഡീപ്പ് വൂണ്ട് എന്നായിരുന്നെങ്കിൽ നമുക്കത് എന്ത് പറയാം? കറക്റ്റ് ആണെന്ന് പറയാം അല്ലേ? Which of the following are not an example of congenital infection? Rubella virus crossing the placenta, tetanus spores inoculated in the wound, HIV transmitted by blood transfusion, syphilis crossing the placental barrier. ഇതിൽ ഏതൊക്കെയല്ല നോട്ട് ആൻ എക്സാമ്പിൾ ഓഫ് കൺജനൈറ്റൽ ഇൻഫെക്ഷൻ? നോട്ടാണ് ചോദിച്ചിരിക്കുന്നത്, എക്സാമ്പിൾ അല്ലാത്തത്. ഏതാണ്? ടെറ്റനസ് സ്പോർസ് ഇനോക്കുലേറ്റഡ് ഇൻ വൂണ്ട്സ്, അതിന് എക്സാമ്പിൾ അല്ല. അതേപോലെ HIV ട്രാൻസ്മിറ്റഡ് ബൈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് കൺജനൈറ്റൽ അല്ല. കൺജനൈറ്റൽ എന്ന് പറയുമ്പോൾ പ്ലാസെന്റൽ ബാരിയർ ക്രോസ് ചെയ്യണം. സോ അങ്ങനെ വരുന്നത് ഇപ്പോൾ റുബെല്ലയും സിഫിലിസും ആണ്. സോ അത് രണ്ടുമാണ് കറക്റ്റ്, ബാക്കി രണ്ടെണ്ണം റോങ് ആണ്, 2 and 3. അപ്പോൾ അത്രയാണ് നമ്മൾ മോഡ് ഓഫ് ട്രാൻസ്മിഷനിൽ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പം എക്സാമ്പിൾസ് ഒക്കെ നന്നായിട്ട് പഠിച്ചു വെച്ചോളൂ. അപ്പോൾ അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് ഉടനെ കാണാം. താങ്ക് യു എവരിവൺ.